ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ആശ്വാസപുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന അപരനാമത്താൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും കിപ്രോസ് ദ്വീപുകാരനുമായ യോസഫ് എന്നൊരു ലേവ്യൻ തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. ലേവ്യന് സ്വന്തമായി സ്വകാര്യ സ്വത്ത്. പഴയ നിയമം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സ്വകാര്യ സ്വത്തൊന്നും ലേവ്യർക്കില്ലെന്നല്ലേ. പിന്നെ ഈ ലേവ്യന് ബർണബാസിന് എവിടെ നിന്നാണ് പറമ്പും വയലൊക്കെ ഉണ്ടായത്? അത് വിൽക്കാനും അതിൻ്റെ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വയ്ക്കാനും കഴിഞ്ഞത്? ഇക്കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. അതുപോലെ ബർണബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം, പേരിൻ്റെ അർത്ഥവും നമുക്ക് ചർച്ച ചെയ്യാം. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 4-ാമത്തെ അധ്യായം 36-37 വാക്യങ്ങളാണ് നമ്മൾ കേട്ടത്. പുതിയ നിയമ വചന ധ്യാനത്തിലെ ക്ലാസ് 65. ബർണബാസ് എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ആദിമസഭയിലെ അവരുടെ സഭാജീവിതത്തിൻ്റെ ഒരു നഖചിത്രം. എന്നിട്ട് നമ്മളൊരു ഉദാഹരണം പറഞ്ഞതാണ് ബർണബാസിനെ കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബർണബാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദ മതത്തിൽ ലേവ്യ ഗോത്രത്തിലെ അംഗമാണ്. ലേവ്യൻ എന്ന് തിരുവചനം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 36-ാമത്തെ വാക്യം. കിപ്രോസ് സ്വദേശിയായിരുന്നു. കിപ്രോസ് എന്ന് പറഞ്ഞാൽ സൈപ്രസ്, ഗ്രീക്കിൽ കിപ്രോസ് എന്നാണ്. പൗലോസിൻ്റെ പ്രേക്ഷിത യാത്രകളിൽ വലിയ തുണയായിരുന്നു ബർണബാസ്. സ്ലീഹന്മാരുടെ നടപടി 9-27, 11-ാമത്തെ അധ്യായം 22 മുതൽ 24 വരെ. അദ്ദേഹം തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം മുഴുവനും സഭയ്ക്ക് കൊടുത്തുകൊണ്ട് തൻ്റെ സഭയോടുള്ള തൻ്റെ പ്രതിബദ്ധത വെളിപ്പെടുത്തുകയാണ്. മധ്യധരണ്യാഴി, മെഡിറ്ററേനിയൻ സീ, അതിൻ്റെ അകത്തുള്ള ഒരു ദ്വീപാണ് സൈപ്രസ് ദ്വീപ്. അവിടെ സുവിശേഷം എത്തിച്ച ആദ്യ ഗണത്തിലെ ഒരു അംഗമായിരുന്നു ബർണബാസ്. സ്ലീഹന്മാരുടെ നടപടി 13-ാമത്തെ അധ്യായം 4 മുതൽ 12 വാക്യങ്ങൾ. പൗലോസിനോടൊപ്പം ബർണബാസിനെയും അപ്പസ്തോലന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 14 സ്ലീഹന്മാരായ അപ്പസ്തോലന്മാരായ പൗലോസും ബർണബാസും എന്നാണ് പറയണേ. ക്രിസ്തുവർഷം 49 ജെറുസലം സൂനോദോസ്, സഭയുടെ ആദ്യത്തെ സൂനോദോസാണ്. ആ സൂനോദോസിൽ ബർണബാസ് പങ്കെടുക്കുന്നുണ്ട്. ബർണബാസും ഞാനും കൂടി തീത്തോസിനെ മാത്രം കൂട്ടിക്കൊണ്ട് ഈ ജെറൂസലം കൗൺസിലിൽ കൂടാനായിട്ട് പോയി എന്ന് ഗലാത്യ ലേഖനം 2:1 പൗലോസിലേക്ക് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പിന്നീട് മർക്കോസിൻ്റെ ഒരു കസിനായിരുന്നു ബർണബാസ്. മർക്കോസും പൗലോസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ദൈവശാസ്ത്രപരമായ വ്യത്യാസം. അപ്പോൾ പൗലോസായിട്ട് ബർണബാസ് അകന്നു. അങ്ങനെ വീണ്ടും സൈപ്രസ് എന്ന് പറഞ്ഞ കിപ്രോസ് ദ്വീപിലേക്ക് ബർണബാസ് തന്നെ പോയി. സ്ലീഹന്മാരുടെ നടപടി 15-39 കാണാറ്. ആശ്വാസപുത്രൻ എന്ന ചെല്ലപ്പേരിലാണ് സ്ലീഹന്മാർ ബർണബാസിനെ വിളിച്ചിരുന്നത് എന്ന് നമ്മളിന്ന് കണ്ടു ഈ തിരുവചനത്തിൽ. ഗ്രീക്കിൽ ഹുയോസ് പാരക്ലേസയോസ് എന്നാണ്. പാരക്ലേസയോസ്. ഹുയോസ് എന്ന് പറഞ്ഞാൽ പുത്രൻ, മകൻ. പാരക്ലേസയോസ് എന്ന് പറയുന്നത് അതിൻ്റെ ജനറ്റീവാണ്. പാരക്ലേത്ത എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ അതിന് ആശ്വാസം, സാന്ത്വനം, അരികിലേക്ക് വിളിക്കപ്പെട്ടവനെന്നാണ് അതിൻ്റെ ആക്ഷരികം. അത് ആശ്വസിപ്പിക്കാനാകാം, സാന്ത്വനിപ്പിക്കാനാകാം, സഹായം ചെയ്യാനാകാം, പ്രോത്സാഹിപ്പിക്കാനാകാം, ആലോചന കൊടുക്കാനാകാം, ഉപദേശം കൊടുക്കാനാകാം. അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. ഈ പാറക്കാലയോ എന്ന വാക്കിന് ഇതൊക്കെ അർത്ഥമുണ്ട്. ലൂക്കാസിന് സുവിശേഷം 2:25, 6:24 ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആശ്വാസപുത്രൻ, ഉപദേശത്തിൻ്റെ പുത്രൻ, ഉപദേശം കൊടുക്കുന്ന മകൻ അല്ലെ, ഉപദേശത്തിൻ്റെ പുത്രൻ, ആലോചന കൊടുക്കുന്നവൻ. നമ്മൾ ആലോചിക്കാൻ വേണ്ടി കൂടുമ്പോൾ ചിലർ നല്ല ആലോചന തരും. അങ്ങനെ ആ അർത്ഥം അതിനൊക്കെ ആകാം. ഒരു വാക്യം തന്നെ അനേക അർത്ഥമുണ്ട്. ആശ്വാസപുത്രൻ നമുക്ക് തർജ്ജമ ചെയ്യുമ്പോൾ എല്ലാം വാക്കും കൂടി തർജ്ജമ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഉപദേശത്തിൻ്റെ പുത്രനെന്നോ, സാന്ത്വനപുത്രനെന്നോ, പ്രോത്സാഹനപുത്രനെന്നോ, ആലോചനപുത്രനെന്നോ ഒക്കെ നമുക്ക് തർജ്ജമ ചെയ്യാം. കാരണം ആ വാക്കിന് അങ്ങനെ, പാരക്ലേത്തെന്ന വാക്കിന് അതൊക്കെ അർത്ഥമുണ്ട്. അരാമിയ ഭാഷയിൽ അന്നത്തെ സംസാര ഭാഷയിൽ ബർ നെഹേമ എന്നാണ്. നാഹും, നോഹ ആ വാക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാന്ത്വനത്തിൻ്റെ സന്താനം എന്നാണ് അതിൻ്റെ അർത്ഥം. ബർ എന്ന് പറഞ്ഞാൽ പുത്രൻ, മകൻ. നെഹേമ എന്ന് പറഞ്ഞാൽ സാന്ത്വനം. നോഹ ആശ്വാസം കൊണ്ടുവരുന്നവൻ. അപ്പോൾ ഈ ബർ നെഹേമ എന്ന വാക്കിൽ നിന്നാണ്
അതിലായിരിക്കും ബർണബാസ്, നെഹേമ. അപ്പോൾ സാന്ത്വനത്തിൻ്റെ സന്താനം എന്നർത്ഥമുണ്ട്, അർത്ഥം വരാം. വേറൊരു സാധ്യത കൂടിയുണ്ട്. ഹീബ്രുവിൽ നബി, നമ്മൾ മുഹമ്മദ് നബി എന്നൊക്കെ പറയല്ലോ, അത് അറബിയാണ്. ഹീബ്രുവിൽ നബി എന്ന വാക്കുണ്ട്. അരാമിയ ഭാഷയിലും നബി എന്നതിന് പ്രവാചകൻ എന്നാണ് അർത്ഥം. ഹീബ്രുവിലാണെങ്കിലും അരാമിയയിലാണെങ്കിലും നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ. ബാർ നെവുമ അല്ലേ, നബിയുടെ വാക്കാണ്. ആ നബിയിൽ നിന്നുള്ള വാക്ക് വരുന്നതാണ് നെവുമ. അതിന് പ്രവാചകപുത്രൻ എന്നാണ് അർത്ഥം, പ്രവാചകപുത്രൻ. ഭാവി പ്രവചിക്കുന്നവനല്ല പുതിയ നിയമത്തിൽ പ്രവാചകൻ, മറിച്ച് പ്രചോദനത്തോടെ സുവിശേഷം സംസാരിക്കുന്നവനെന്നാണ്. പ്രവചനങ്ങൾ പഴയ നിയമത്തിലാണ്, ഭാവി കഥനം എന്ന അർത്ഥത്തിൽ. ഭാവി പ്രവചിക്കുക അത് പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ പ്രവചനങ്ങളെല്ലാം പൂർത്തിയായി, പിന്നെ ഭാവി പ്രവചിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഭാവി കഥനം എന്നർത്ഥം പ്രവാചകൻ എന്ന വാക്കിന് പുതിയ നിയമത്തിലില്ല. പഴയ നിയമത്തിൽ ദീർഘദർശി എന്നൊക്കെ അർത്ഥത്തിലുണ്ട്. പുതിയ നിയമത്തിൽ സഞ്ചരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവനെന്നോ പ്രചോദനത്തോടെ സംസാരിക്കണമെന്നൊക്കെയാണ് പ്രവാചകൻ എന്ന വാക്കിനർത്ഥം. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ കർത്താവ് സഭ പണിതുന്നാണ് എഫേസ്യ ലേഖനം 2:20. അപ്പസ്തോലന്മാരും പ്രവാചകന്മാർ. ആരാണ് പ്രവാചകന്മാർ? പൗലോസിനെ പോലെയുള്ളവർ, ബർണബാസിനെ പോലെയുള്ളവർ, അവരാണ് പ്രവാചകന്മാർ. അപ്പോൾ ബർണബാസ് സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചിരുന്ന ആളായതുകൊണ്ട് ഈ പ്രവാചകപുത്രൻ ബർ നെവുമ എന്ന അർത്ഥം ചേരും. അപ്പോൾ ആദിമസഭയ്ക്ക് ഉപദേശം കൊടുത്തിരുന്നവനോ ആദിമസഭയിലെ ശക്തനായ പ്രബോധകനോ പ്രവാചകനോ ആയിരുന്നിരിക്കാം ബർണബാസ്. ഇതൊരു ശരിയായ നിർദ്ദേശം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ആശ്വാസപുത്രൻ എന്നതിനേക്കാൾ പ്രവാചകപുത്രൻ അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ പുത്രൻ, സൺ ഓഫ് കൗൺസൽ അല്ലെങ്കിൽ സൺ ഓഫ് ദ പ്രോഫറ്റ്, സൺ ഓഫ് പ്രൊഫസി, പ്രവചനത്തിൻ്റെ പുത്രൻ എന്നൊക്കെ ഈ വാക്കിന്, ബർണബാസ് എന്ന വാക്കിന് അർത്ഥം വരാം. പരിശുദ്ധാത്മാവിന് ശക്തി പ്രവർത്തിച്ചിരുന്നവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആശ്വാസം കൊണ്ടുവന്നു ഇല്ലേ, അവൻ സമ്പത്ത് കൊടുത്തപ്പോൾ ആ അർത്ഥം ചേരും. അതുകൊണ്ട് ആശ്വാസപുത്രൻ എന്ന വാക്ക് അവിടെ ചേരും. അതേസമയം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിരുന്ന വലിയൊരു പൗലോസിൻ്റെ മെൻറ്ററും കൂടിയാണ്. അതായത് പൗലോസ് പണ്ട് സഭയെ പീഡിപ്പിക്കുകയായിരുന്നു. മാനസാന്തരം വന്നിട്ടും സഭയിൽ അത് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ഇതുവല്ല തീവ്രവാദ സ്വഭാവമുള്ള ഒരാൾ നുഴഞ്ഞ കയറി സഭയെ പീഡിപ്പിക്കാൻ വേണ്ടി വരുന്നതാണോ എന്ന സംശയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബർണബാസാണ് ജെറൂസലമിലെ മാതൃസഭയ്ക്ക് ഈ പൗലോസിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യനാണ് ഈ ബർണബാസ്. അതിനാൽ പ്രവചനത്തിൻ്റെ പുത്രൻ എന്നോ പ്രവാചകപുത്രൻ എന്നൊക്കെ അല്ലെങ്കിൽ ആലോചനയുടെ പുത്രൻ എന്നൊക്കെ ബർണബാസ് എന്ന വാക്കിന് അർത്ഥം വരാം. 1 കൊരിന്ത്യർ 14:3 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന് ശക്തി ഇങ്ങനെ അല്ലേ പ്രവർത്തിച്ചിരുന്നവൻ അവനെ പ്രവചനപുത്രൻ എന്ന് പറയാമെന്ന്. ഇനി നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. ഇസ്രായേലിലെ ലേവി ഗോത്രത്തിലെ അംഗങ്ങൾക്ക് സ്വന്തമായി ഭൂമി അവകാശമായി കൊടുത്തിരുന്നില്ല. ഭൂമി പങ്കുവെച്ചപ്പോൾ ലേവ്യർക്കില്ല. അവർക്ക് ദേവാലയ ശുശ്രൂഷയാണ്, ദേവാലയത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ജീവിക്കണമെന്നാണ്. സംഖ്യയുടെ പുസ്തകം 18:20, നിയമാവർത്തനം 10:9 അത് കാണാം. പിന്നെ എങ്ങനെയാണ് ബർണബാസിന് വയൽ വിൽക്കാൻ കഴിഞ്ഞത്? സ്വന്തമായിട്ട് സ്വകാര്യ സ്വത്ത് പാടില്ലെന്ന് പറഞ്ഞിട്ട് 2 സാധ്യതകളുണ്ട്. പിതൃസ്വത്തായി ഭൂമി ലഭിച്ചില്ലെങ്കിലും അവർക്ക് വയലോ പറമ്പോ വാങ്ങാൻ കഴിയുമായിരുന്നുവെന്ന് യിരെമ്യായുടെ പുസ്തകം 32-ാം അധ്യായം 7 മുതൽ 12 വരെ വാക്യങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവകാശമായിട്ട് പിതൃസ്വത്തായിട്ട് കിട്ടില്ല, പക്ഷേ അവർക്ക് വേണമെങ്കിൽ ഈ കിട്ടുന്ന പൈസ കൊണ്ട് വാങ്ങിക്കാം എന്നാണ് ഒരു സൂചന. മറ്റൊന്ന്, കാനാൻ ദേശത്തെ ലേവ്യർക്കാണ് സ്വന്തമായി വസ്തു കൈവശം വയ്ക്കാൻ അനുവാദമില്ലാതിരുന്നത്, ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട്. പാലസ്തീനയ്ക്ക് പുറത്തുള്ള ഈ ലേവ്യർക്ക്, യഹൂദന്മാരായ ലേവ്യർക്ക് ഈ നിയമം ബാധകമായിരുന്നില്ല. ബർണബാസ് സൈപ്രസ് നിവാസിയാണ്, പാലസ്തീനിലെ ആളല്ല. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സ്വീകാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞ സ്വീകാര്യമാണ്. അതായത് പാലസ്തീനയിലെ യഹൂദരിലെ ലേവി ഗോത്രത്തിന് മാത്രമാണ് സ്വകാര്യ സ്വത്ത് അനുവാദമില്ലാതിരുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ആദിമസഭയിൽ എല്ലാവരും ബർണബാസ് ചെയ്തിരുന്നോ? പറമ്പും വയലൊക്കെ വിറ്റ് കിട്ടി പണം അപ്പസ്തോലന്മാർ കാൽക്കൽ ഏർപ്പിച്ചോ? ഇല്ല. ബർണബാസ് ചെയ്തത് ഒരു അത്യസാധാരണ പ്രവൃത്തിയാണ്, സാധാരണ ആരും ചെയ്യാത്തത്. അതുകൊണ്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ബർണബാസിനെ പോലെ എല്ലാവരും പറമ്പും വയലും വിറ്റ് കിട്ടിയ പണം സ്ലീഹന്മാരെ കാൽക്കൽ അർപ്പിച്ചില്ല. ബർണബാസ് ചെയ്തൊരു വീര കൃത്യമായതുകൊണ്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സ്വകാര്യ സ്വത്ത് ഉണ്ടാകാം, ജീവിക്കണ്ടേ ഭൂമിയിൽ, അതൊന്നും തെറ്റില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ദൈവത്തിനും ദരിദ്രർക്കുള്ളതൊക്കെ മാറ്റിവെക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദശാംശം എന്നൊരു കണക്കാണ് പഴയ നിയമത്തിൽ.
പുതിയ നിയമത്തിൽ അവർ റദ്ദ് ചെയ്തിട്ടില്ല. നിങ്ങളിതൊക്കെ കൊടുക്കേണ്ടതാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതലും കൊടുക്കാം എന്നൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇങ്ങനെ ഈ എല്ലാം വിറ്റ് എന്നെ അനുഗമിക്കണമെന്ന് കർത്താവ് ധനികനായ യുവാവിനോട് പറയുന്നുണ്ട്. അതെല്ലാവരും ചെയ്യേണ്ട കാര്യമല്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കത്തോലിക്ക സഭയിൽ ഇപ്പം നമ്മുടെ കൺവെട്ടത്ത് തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടം നോക്കിയാൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഭരണഭാസന പോലെ ചെയ്തിരിക്കുന്ന പലരുണ്ട്, അനേകരുണ്ട്. എനിക്ക് ചില സന്യാസ സഭകളുടെ സ്ഥാപകന്മാരുണ്ട്. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ആരൊക്കെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന്. ഇല്ലേ, എന്തുമാത്രം പേരാണ് ഈ ഭരണഭാസിനെ പോലെ മൊത്തം എല്ലാം വിറ്റിട്ട് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു, സന്യാസ സമൂഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഞാൻ ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നൊരു 5-6 സംസ്ഥാനങ്ങളൊഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, വൈദികരും കന്യാസ്ത്രീമാരും ഒക്കെ. അങ്ങനെ എൻ്റെ ധ്യാനം കേട്ടിട്ട് പോലും ഇങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളെ എനിക്കറിയാം. ഈ ഞാൻ ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രസംഗിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ആളുകൾ. ഞാനിരുന്നൊരു പള്ളിയിൽ, ആ പള്ളി ഭയങ്കര ദരിദ്രമായ പള്ളിയാണ്. 3-4 ഞായറാഴ്ചകൾ അച്ഛൻ തന്നെ ഇറങ്ങി പണം പിരിച്ചാൽ അച്ഛന് ശമ്പളം കൊടുക്കാൻ പറ്റൂ 4ാമത്തെ ആഴ്ചയിൽ. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ ഞാൻ ഒരിക്കൽ ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുർബാന ഞാൻ പറഞ്ഞു പള്ളിയും ഭയങ്കര ദരിദ്രമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പറമ്പിൻ്റെ ഒരു ഭാഗം നമുക്ക് തന്നു. എന്ന് പറഞ്ഞാൽ അന്നൊരു 4 ലക്ഷം രൂപ സെൻറ്റിന് വിലയുള്ള 5 സെൻറ്റ് ഭൂമി, 20 ലക്ഷം രൂപയുടെ ഭൂമി. ഇത് പറയുന്നത് 94 കാര്യം പറയണേ. ഇപ്പോൾ അവിടെ 25 ലക്ഷം രൂപയാണ് സെൻറ്റിന് വില. 20 ലക്ഷം രൂപയാണ് സെൻറ്റിന് വില. ഞാൻ പറയുന്നത് 94 കാര്യമാണ്. 1994 ഒരു മനുഷ്യൻ 5 സെൻറ്റ് ഭൂമി പള്ളിക്ക് ദാനമായി നൽകി. അവിടെ പിന്നീട് നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം പണിതു. അപ്പോൾ വൈദികരങ്ങനെ ചെയ്തിട്ടുണ്ട്, കന്യാസ്ത്രീമാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ചുരുക്കത്തിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില സന്യാസ സഭകളുടെ സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തുമാത്രം പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഞാൻ പട്ടം കിട്ടുന്നതിന് മുമ്പ് എനിക്ക് പത്രമേനിയ കിട്ടിയ ഭൂമി പട്ടം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ടാണ് ഞാൻ പട്ടം വാങ്ങിച്ചത് തന്നെ. തിരുപ്പട്ടം ദരിദ്രനായിട്ട് തന്നെ തിരുപ്പട്ടം സ്വീകരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പേരിൽ കുറച്ച് ഭൂമിയുണ്ട്. അത് ഈ ബിബ്ലിയ അക്കാദമിയും ലോഗോസ് ബൈബിൾ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള അത് പിന്നീടുണ്ടായതാണ്. നമുക്ക് നിവൃത്തി അല്ലേ, ഒന്നുമിൽ വേണ്ടെന്ന് വെച്ചാലും ചിലപ്പോൾ കർത്താവ് ഇങ്ങനെ ചിലത് നിർബന്ധിച്ച് നമ്മുടെ തലയിലേക്ക് ഇടും. അത് അവൻ്റെ ചില ദൗത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയുണ്ട് അത്. പക്ഷേ അത് സഭയുടെ ഭൂമി തന്നെയാണ്. ഞാൻ സഭയുടെ ആയിരിക്കുന്നിടത്തോളം കാലം സഭയുടെ തന്നെയാണ്. എൻ്റെ പേരിലാണ് രജിസ്ട്രേഷനെങ്കിലും. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പട്ടം സ്വീകരിച്ചത് പോലും തീർത്തും ദരിദ്രനായിട്ട് അങ്ങനെ വേണം പട്ടം സ്വീകരിക്കാൻ എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചമാശൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചെറിയൊരു സ്വർണ്ണ ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, ഇതൊക്കെ ഇട്ടുകൊണ്ടാണോ പട്ടം വാങ്ങിക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ കളിയാക്കുമായിരുന്നു. പട്ടം കിട്ടുന്നതിന് 1 മാസം മുമ്പ് അദ്ദേഹം എൻ്റെ മുറിയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ ബൈബിൾ വിജ്ഞാനകോശത്തിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാത്രി 12 മണിയാകുമ്പം അവർ പ്രൂഫ് എല്ലാം 8 പേജ് പ്രൂഫ് എൻ്റെ മുറിയിൽ കൊണ്ടുവിടും. ഈ 8 പേജും വായിച്ചിട്ടാണ് ഞാൻ ഒരു രാത്രി 2-2:30 ആകുമ്പോൾ ഞാൻ കിടക്കുക. അത് അങ്ങനെയാണ് ഒരു രീതിയായിരുന്നു എൻ്റെ സെമിനാറിൽ. പെർമിഷനോട് കൂടി, റെക്ടറേഷൻ പെർമിഷനോട് കൂടി ഞാൻ പുലർച്ചെ 2:30 കിടന്ന് 5:15 എഴുന്നേൽക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ ഇതൊക്കെ ഈ 12 മണിയായപ്പോൾ ഈ പ്രൂഫുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഒരു വല്ലാതെ ഇരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി മാത്യു, എന്താ പറ്റി? അപ്പോൾ പുള്ളി വന്നിരുന്ന് എൻ്റെ മുറിയിലെ കസേരയിൽ ഇരുന്നിട്ട് കയ്യിൽ ഈ ചെയിൻ പിടിച്ചിട്ടുണ്ട്. ആ ചെയിൻ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് യോഗ്യതയോടെ പട്ടം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ചെയിനുമായിട്ടൊരു ഒരു ഒരു വല്ലാത്ത ബന്ധമുണ്ട്. കാരണം അദ്ദേഹം ജനിച്ചപ്പോൾ കാലിന് എന്താ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ജന്മന. അങ്ങനെ ഒരുപാട് പള്ളികളിലൊക്കെ നേർച്ച ചെയ്തും ഒരുപാട് ഡോക്ടർമാരെ കണ്ടൊക്കെയാണ് ഈ കാലൊന്ന് നേരെയായി കിട്ടിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയിലൊക്കെ ഇങ്ങനെ പോയി നേർച്ചിട്ട് അങ്ങനെ കിട്ടിയൊരു ജീവിതമാണ്. അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു സ്വർണ്ണ ചെയിനാണ്, വളരെ നൂല് പോലെ കനത്തിൽ. പക്ഷെ അത് ദൈവം ദാനമായി നൽകിയതാണ് തൻ്റെ ജീവനെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് ഇട്ടിരുന്നത്. അതൊന്നും എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അത് തരുന്നതിൻ്റെ ഒരു വേദനയുണ്ട്. പക്ഷേ പട്ടം സ്വീകരിക്കുന്നത് യോഗ്യതയോടെ വേണം എന്നുള്ള മോഹമുണ്ട്. ഞാനിങ്ങനെ കളിയാക്കിയല്ലോ, സ്വർണ്ണച്ചെയിനൊക്കെ ഇട്ടിട്ടാണോ പട്ടം വാങ്ങിക്കണേ. അങ്ങനെ അദ്ദേഹം ഈ സ്വർണ്ണച്ചെയിൻ എൻ്റെ കയ്യിൽ തന്ന് എനിക്ക് യോഗ്യതയോടെ പട്ടം സ്വീകരിക്കണം പറഞ്ഞു. ഞാനത് തമാശയ്ക്ക് പറഞ്ഞതിലേ കളിയെ. അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ഇടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വീട്ടിൽ പോയി അമ്മയുടെ കയ്യിൽ ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനും കൂടെ പോയോ ഇല്ലെന്ന് എനിക്ക് ഒരു അത്ര ഓർമ്മയില്ല. കുറേ വർഷങ്ങൾ മുമ്പത്തെയാണ്, പട്ടം കിട്ടുന്നതിന് മുമ്പ്. 89-ലത്തെ കാര്യം പറയണേ, 88-ലോ 89-ലോ കാലത്തെ കാര്യം പറയണേ. ഞാൻ പറഞ്ഞു വരുന്നത്,
ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്ന ഒരു ധാരാളം പേരുണ്ട്. ധാരാളം പേര് ദരിദ്രരായ കർത്താവിനോട് ദരിദ്രരായിരിക്കുക, കർത്താവിനെ കൊണ്ട് സമ്പന്നരാകുക, ഈ ലോകത്തിൽ സമ്പത്തുകളൊന്നും ഇല്ലാതെ തന്നെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുക, അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്കും ഈ ബർണബാസിനെ പോലെ ആശ്വാസപുത്രനോ പ്രവാചകപുത്രനോ ആലോചനയുടെ പുത്രനോ സാന്ത്വനത്തിൻ്റെ സന്താനമൊക്കെ ആയിട്ട് മാറാൻ കഴിയും. ഏതായാൽ മാത്രമല്ല, ചിലപ്പോഴൊക്കെ ഈ പൗലോസുമായി തെറ്റിപ്പിരിയുന്ന രംഗം വന്നിട്ടുണ്ട്. എന്നിട്ടും സൈപ്രസിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് യോജിച്ച് പോകാൻ കഴിയണമെന്നില്ല. പക്ഷെ കർത്താവിനെ പ്രതി നമുക്ക് സഭയിൽ ഒന്നായിരിക്കാനും ഐക്യതയിൽ, അതായത് അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും ഐക്യതയിൽ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും. ഐക്യതയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് സഭയുടെ പൊതുവായ ലിറ്റർജിയും പൊതുവായ പ്രബോധനം സ്വീകരിച്ചുകൊണ്ടാണ്. അങ്ങനെയൊക്കെ പോകാനും ഈ ബർണബാസിൻ്റെ മാതൃക പിഞ്ചെല്ലാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങനെ പിഞ്ചെല്ലാനും കഴിയട്ടെ. അത് ധീരമായ വീരമായ ഒരു പ്രവൃത്തിയാണ്. സഭയെ അത് സമ്പന്നമാക്കും. മാത്രമല്ല, ഈ സഭ നമ്മളിവിടെ ജീവിക്കുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണെന്നും ഇവിടെ നമുക്ക് സ്ഥിരമായ ഭവനമോ പണമോ ഒന്നുമില്ലെന്നും നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരാണെന്നും പ്രഖ്യാപിക്കാനും നമുക്ക് കഴിയും. നമ്മൾ ഒസിത്തായിട്ട് മക്കൾക്ക് കൊടുക്കുന്നത് പണം മാത്രമാകരുത്, സമ്പത്ത് മാത്രമാകരുത്. ഈ പറഞ്ഞതൊക്കെ ഇതൊക്കെ 10 തലമുറയ്ക്കും 15 തലമുറയ്ക്കും ജീവിക്കാനുമ്പോൾ സമ്പാദിച്ച് വെക്കേണ്ട കാര്യമുണ്ടോ? അവർ സമ്പാദിച്ച് ജീവിക്കില്ലേ അവർക്ക് വേണ്ടിയുള്ളത്? എന്തിനാണ് മക്കൾക്ക് സമ്പാദിക്കാം? മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടി നമ്മൾ സമ്പാദിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അവരെന്ത് ചെയ്യും? മടി പിടിച്ച് പോവില്ലേ? അവർ തീവ്രവാദികളായി മാറില്ലേ? അല്ലെങ്കിൽ കുറ്റവാളികളായി മാറില്ലേ? അതിനാൽ ആവശ്യമുള്ളതൊക്കെ എടുത്ത് ബാക്കിയുള്ളത് ദരിദ്രർക്കോ ദൈവത്തിനോ ഇങ്ങനെ ബൈബിൾ സംബന്ധമായ കാര്യങ്ങൾക്കോ സുവിശേഷം പ്രഘോഷിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് വളരെ ധീരമായ പ്രവൃത്തിയാണ്. ബർണബാസിൻ്റെ മാതൃക നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.